എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നന്ദുവിന്റെ മനസ്സിലുള്ള വിഷമങ്ങളും വേദനകളും എല്ലാം കനക തിരിച്ചറിയുകയാണ്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ജലജയും അഭിയ വലിയ സത്യം തിരിച്ചറിയാണ്. മൂർത്തിമുത്തശ്ശൻ ആ ബിൽപത്രത്തിൽ എന്താണ് എഴുതിയിരുന്നതൊക്കെ. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു നയനെ വിളിച്ചിട്ട് അനിയുടെ കല്യാണം ഉറപ്പിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോ തന്നെ ആകപ്പാടെ സങ്കടത്തിലായി പോയായിരുന്നു നന്ദുവിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ വാർത്ത കേട്ടോ നന്ദു പോയി ബെഡിലേക്ക് കമന്ന് വീണ് കിടന്ന് പൊട്ടിക്കരയുവാണ്. കാരണം കൺട്രോൾ ചെയ്ത് നിർത്താൻ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷെ സഹിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അവിടെ ഇരുന്ന ഒരു ഫോട്ടോ എടുക്കുവാണ്. അനിയുടെ ഫോട്ടോ എടുത്തിട്ട് അതെന്നെ കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ആ ഫോട്ടോയുടെ പറയില് ഐ ലവ് യു അനി എന്നൊക്കെ പറഞ്ഞിങ്ങനെ എഴുതിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും കാലം എല്ലാവരും നിന്ന് ഒളിപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പക്ഷെ വിവാഹം എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ നന്ദുവിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് കനക കയറി വരുന്നത്. അപ്പൊ കനക കയറി വരുന്ന പെട്ടെന്ന് ആ ഫോട്ടോ കൂടെ മാറ്റി വെച്ചു, ഷീറ്റിനടിയിലേക്ക് ഇങ്ങോട്ട് ഒളിപ്പിച്ചു വെക്കുവാണ്. നീ എന്തിരിപ്പാ നന്ദു ഇരിക്കണേ, ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ, നിന്നെ അവിടെ അതെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയാണ്. എന്തിനാ, അത് എന്തോ കാര്യമുണ്ട്, നീ അങ്ങോട്ട് ചെല്ലാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദു എന്ത് ചെയ്യാണ്, പതുക്കെ അമ്മ കാണാതെ കണ്ണൊക്കെ ഒപ്പിക്കൊണ്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. പക്ഷെ ആ ഫോട്ടോ അതിനുള്ളില് വെച്ച കാര്യം നന്ദു പെട്ടെന്ന് അതിനെക്കുറിച്ച് ഓർത്തില്ല. കനക എന്ത് ചെയ്യണോ, ഈ പെങ്കൊച്ചിന്റെ ഒരു കാര്യം, ഈ ഷീറ്റ് പോലും ഒന്ന് വൃത്തിക്ക് കുടഞ്ഞു വിരിക്കുവല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഷീറ്റ് അങ്ങ് കുടഞ്ഞ് എടുത്ത് മടക്കി വെക്കാൻ നോക്കുന്ന സമയത്താണ് ആ ഫോട്ടോ അതിനുള്ളിൽ നിന്ന് അങ്ങ് ചാടുന്നേ. നോക്കി കഴിയുമ്പോൾ അനിയുടെ ഫോട്ടോയാ അതിന് പുറയിൽ എഴുതി വെച്ചിരിക്കുന്നതും കണ്ടു. ഒരു നിമിഷം കനയ്ക്ക് തല കറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. അപ്പൊ ഇതാണ് നന്ദുവിന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇതായിരുന്നു നന്ദുവിന്റെ വേദനയ്ക്കുള്ള കാരണം. അതുകൊണ്ട് കനക അവിടെ നിന്ന് മുറിയിലിരുന്ന് പൊട്ടിക്കറിയണം. എന്റെ ഭഗവാനെ, ഇനി എന്ത് ചെയ്യും, ഇവളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നോ. രണ്ട് പെൺമക്കൾ അങ്ങോട്ട് കയറിയിരിക്കുക, അതിന്റെ വേദനകളും വിഷമങ്ങളും ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. ഇപ്പൊ ഇവളുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ ഉണ്ടായിരുന്നോ. ഇത് പലപ്പോഴും നന്ദുവിനോട് കനക ചോദിച്ചതുമാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണമെന്നോ. പക്ഷെ അന്നൊക്കെ നന്ദു ഒഴിഞ്ഞു മാറിയില്ല. അത് മാത്രമല്ല അവളോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അത് അപ്പാടെ കളഞ്ഞിരിക്കണം. ഒരു കാരണവശാലും നടക്കാൻ പോകുന്ന കാര്യമല്ല, അങ്ങനെ നടക്കാനും പാടില്ല. ഇപ്പോൾ തന്നെയുള്ളൊരു ബന്ധം അതും കൂടെ ഇല്ലാതാകും. അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ടാന്ന് മുൻകൂർ പറയുകയും ചെയ്താണ്. എന്നിട്ടാണ് ഇവളിങ്ങനെ വേദനിച്ചുകൊണ്ടിരുന്നത്. ഈ കാര്യം ഓർത്തിട്ടാണോ, ഇനിയിപ്പോ എന്ത് ചെയ്യും, ഇത് ആരോടും പുറത്ത് പറയാൻ പോലും പറ്റില്ല. പുറത്ത് പറഞ്ഞിട്ടുണ്ട് അതോടുകൂടി തീർന്നു. തന്റെ മറ്റേ രണ്ട് മക്കളുടെ ബന്ധം കൂടെ തകർന്ന് തരിപ്പണമാവും. ഇനിയിപ്പൊ എന്താ ചെയ്യുന്ന, ഈ അവസ്ഥയിലാണെങ്കിൽ ഒന്നും പറ്റില്ല താനും. മൂർത്തിമുത്തശ്ശാണെങ്കിൽ വയ്യാണ്ടിരിക്കേണ്ട അവസ്ഥയാണ്. മൂർത്തിമുത്തശ്ശന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇപ്പൊ അനിയുടെ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ പോവാണ്. ആ സമയത്ത് ഇവളിങ്ങനെ ഇതും മനസ്സിൽ വെച്ചോന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവളെ എങ്ങനെയൊന്ന് ആശ്വസിപ്പിക്കും എന്നറിയത്തില്ലാതെ കനക ആകപ്പാടെ സങ്കടപ്പെടുവാണ്. പക്ഷെ ഇതൊന്നും നന്ദു അറിഞ്ഞിരുന്നില്ല. അമ്മ ഈ ഫോട്ടോ കണ്ട കാര്യമൊക്കെ പെട്ടെന്ന് കനക കൊടുത്ത് വേണ്ട, ഇപ്പൊ ആരും ഇതിനെക്കുറിച്ച് അറിയണ്ട. ഗോവിന്ദൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനസ്സ് വേദനിക്കും. അത് മാത്രമല്ല നന്ദുവിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഗോവിന്ദൻ എന്താ ചെയ്തു കൊടുന്ന് പറയാൻ പോലും പറ്റില്ല. അല്ലെങ്കിൽ തന്നെ രണ്ട് മക്കൾ അങ്ങോട്ട് പോയതിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും ഒഴിഞ്ഞു മാറിയിട്ടില്ല. ഒരുത്തി കാരണം ഇപ്പോഴും പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഈ ഒരു നൂലാമാലയും കൂടെ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ആത്മഹത്യ ചെയ്ത നിവൃത്തിയുള്ളൂ, അല്ലാതെ വേറൊരു നിവൃത്തിയില്ലെന്ന് കനയ്ക്ക് മനസ്സിലായി. ഈ സമയമാണെങ്കിൽ ജലജ ഭയങ്കര ടെൻഷനിലായിരുന്നു. എന്തായിരിക്കും പോലും അച്ഛൻ ആ വിൽപത്രത്തിൽ എഴുതിയിട്ടുണ്ടായിരിക്കാം. എങ്ങനെയാലും അത് കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ. അത് കീറി വേസ്റ്റ് പാത്രത്തിൽ കൊണ്ടുപോയിട്ടു. ഒരു കാര്യം ചെയ്യാം, വേസ്റ്റ് പാത്രത്തിൽ പോയി നോക്കാം എന്നോർത്തോണ്ട് നേരെ വേസ്റ്റ് പാത്രത്തിൽ പോയി നോക്കുമ്പോഴത്തേനും വേലക്കാരി അതുകൊണ്ടേ അവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു ആ വേസ്റ്റ് പാത്രത്തിനകത്തുനിന്ന്. അങ്ങനെ അന്വേഷിച്ച് തപ്പി കണ്ടുപിടിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആ പേപ്പർ കിട്ടുവാണ്, ആ വിൽപത്രം എഴുതിയത്. ആ കീറിയിട്ടുണ്ടെങ്കിൽ ഒട്ടിച്ചെടുത്താൽ വായിക്കാൻ പറ്റൂലോ. ആ ഒരു പ്രതീക്ഷയിലായിരുന്നു ജലജ. അങ്ങനെ ജലജ അതൊക്കെ പൊക്കിയെടുത്തോണ്ട് നേരെ റൂമിലേക്ക് വരുവാണ്. പിന്നീട് ആ കീറിക്കളഞ്ഞ വിൽപത്രമൊക്കെ എടുത്തോണ്ട് ജലജ അത് ഒളിച്ചു പിടിച്ചോണ്ട് മുറിയിലേക്ക് കയറി വരുന്ന സമയത്താണ് അബി ഇത് കാണുന്നത്. അപ്പൊ അബി കണ്ടു അമ്മ എന്തോ പൊതിഞ്ഞു പിടിച്ചോണ്ട് വരുന്നത്. എന്താമ്മ എന്താന്ന് ചോദിക്കണം. മിണ്ടാ നിങ്ങൾ വാടാന്ന് പറയണ. അങ്ങനെ അബിയും കൂടെ മുറിയിലേക്ക് കയറും. എന്താമ്മ നീ ആദ്യം കഥ കടയ്ക്ക്. അങ്ങനെ കഥ കടിച്ചു. ഇതെന്താ അമ്മേന്ന് ചോദിക്കണം. എടാ ഇതാ കീറിക്കളഞ്ഞ വിൽപത്രം. അല്ല ഇതെന്തിനാ അമ്മ എടുത്തോണ്ടെന്ന്. എടാ ഇത് വായിച്ചു നോക്കി അറിയാലോ കാര്യങ്ങളൊക്കെ. അച്ഛൻ നമുക്ക് വേണ്ടി എന്താ എഴുതി വെച്ചെന്ന് അറിയാലോ. ഇനിയിപ്പോ ഇതുപോലെ തന്നെ ആയിരിക്കില്ല അച്ഛൻ ഇനി അടുത്ത് എഴുതാൻ പോന്നേ. അതുകൊണ്ട് ഞാനിത് കണ്ടുപിടിച്ചെടുത്തോണ്ട് വന്നേന്നോട്. കൊള്ളാം, അമ്മയുടെ ബുദ്ധി അപാരം തന്നെയെന്ന് പറയാണ്. അങ്ങനെ ജലജ എന്ത് ചെയ്യുവാണ്, അതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുകയാണ്. കൂടെ അബയും കൂടി. അങ്ങനെ രണ്ടുപേരും കൂടെ അതെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ജലജ അത് വായിക്കുകയാണ്.
പക്ഷെ ജലജയ്ക്കാണ് വായിച്ചു കഴിയുമ്പോൾ വല്ലാത്തൊരു ഷോക്കായിപ്പോയി. ജലജ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നേ. ഇത്രയും കാലമുള്ള പ്രതീക്ഷകളെല്ലാം ജലജയുടെ തകർന്ന് തരിപ്പണമായി പോവുകയാണ്. അപ്പൊ ഒരിക്കലും അച്ഛൻ ഇങ്ങനെ ഒരു വിൽപത്രം എഴുതുന്ന ജലജ മനസ്സിൽ പോലും കരുതിയിരുന്നില്ല. ഇത് വായിച്ച കേട്ടപ്പോ അഭി പറഞ്ഞു, എന്താ മീന് നമ്മൾ ചെയ്യുന്നേ, എന്ത് ചെയ്യാനാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ജലജ പറഞ്ഞു, എന്ത് ചെയ്യാനായിട്ട്, ആ കിളവൻ അതോടുകൂടി അങ്ങ് ചത്തു പോയാൽ മതിയായിരുന്നു പണ്ടാരടങ്ങാനായിട്ട്. അയാള് കാരണം ഇനി ഇപ്പം നമ്മൾ ഇനി ഈ വീട്ടിൽ തന്നെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇങ്ങനെ കിടക്കേണ്ട വരുമെന്ന് എനിക്ക് തോന്നുന്നേന്ന് പറയാണ്. അയാൾ ചത്തിട്ടും ഇനിയിപ്പോ ഗുണമില്ലല്ലോ നമുക്ക്. ഈ വിൽപത്രം എഴുതിയിരിക്കുന്ന അത് പ്രകാരമല്ലേന്ന് ചോദിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ജലജ ആകപ്പാടെ പ്രാന്തളയ മട്ടിലായിരുന്നു പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴാണ് ദേവേനയും ജാനകിയും മുത്തശ്ശി എല്ലാം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണേ. അവരുടെ സംസാര വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയായിരുന്നു. അനിയുടെ കല്യാണത്തെക്കുറിച്ചൊക്കെ ആയിരുന്നു. ഈ സമയം ദേവേനി പറഞ്ഞു, വലിയ ആഡംബരമായിട്ടല്ലെങ്കിലും ചെറിയ രീതിയിൽ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ആ കല്യാണം അങ്ങ് നടത്തണം. മുത്തശ്ശി പറഞ്ഞു, ശരിയാണ്, അവനെ ഇനി ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, അവന് നല്ലൊരു ഉത്തരവാദിത്വമൊക്കെ വേണമെന്ന് പറയാം. ഇത് കേട്ടാൻ ദേവേനി പറഞ്ഞു, അമ്മേ അത് പുതിയതായിട്ട് 2 ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട്, അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം അങ്ങോട്ട് അനിയെ ഏൽപ്പിച്ചാലോ എന്ന് ഒരാലോചന ഉണ്ടെന്ന് പറയണേ. ആദർശം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനിനിയിപ്പോ വിവാഹമൊക്കെ കഴിക്കാൻ പോവല്ലേ, അപ്പൊ അവനും വേണ്ടേ ഉത്തരവാദിത്തങ്ങളൊക്കെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടാൻ ജാനകി പറഞ്ഞു, ആരാനിയോ കൊള്ളാം, എന്റെ മോനായതുകൊണ്ട് പറയല, അവന് ഇമാതിരി പരിപാടികളൊന്നും അറിയത്തില്ലെന്ന് അറിയാലോ, അവന്റെ കുട്ടിക്കളി ഇതുവരെയായിട്ടും മാറിയിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പം ദേവേന്ദ്ര പറഞ്ഞു, ഇങ്ങനെയല്ലേ ജാനകി ജീവിതം പഠിക്കുന്നേ, നമ്മൾ എപ്പോഴും ഇങ്ങനെ കുട്ടിയാന്ന് പറഞ്ഞ് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലോ എന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞ് ശരിയാണ്, അവൻ ഇച്ചിരി ഉത്തരവാദിത്വമൊക്കെ വരേണ്ടതായിട്ടുണ്ട്. ഒരു പെണ്ണ് കുടുംബത്തിലേക്ക് വന്ന് കയറി കഴിയുമ്പം ഉത്തരവാദിത്വം വരുമെന്നും വിചാരിച്ച് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് പറയണം. ഇത് അങ്ങോട്ട് വന്ന് ജലജ കേട്ടു. ജലജയ്ക്ക് സഹിച്ചില്ല. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ ഒത്തോണ്ടാണ് ഇത്രയും കാലം അബി ഇവിടെ ഉണ്ടായിട്ട് അബീനെ കാണാൻ ആർക്കും കണ്ണില്ല. അപ്പം അവനാണ് എല്ലാം കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അവന്റെ കല്യാണം ആയതുകൊണ്ടല്ല ഇതെല്ലാം ചെയ്യുന്നത്. അവന്റെ കല്യാണം നടന്നില്ലെങ്കിലോ, അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഏട്ടത്തീനും ജാനകിനും തമ്മിലൊന്ന് അടുപ്പിക്കണം, എന്നിട്ടേ കാര്യമുള്ളൂ. അത് മാത്രമല്ല, ഈ കല്യാണം എങ്ങനെയൊന്ന് കുളവാക്കണം. എന്തായാലും കാണിച്ച് ഈ കല്യാണം കുളവാക്കിയില്ലെങ്കിൽ ശരിയാവത്തില്ല. അത് തന്റെ മക്കളുടെയും ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. അവനും കൂടെ ഒരു ജ്വല്ലറിയുടെ ഇനിയിപ്പോ മാനേജരാകാൻ പോയിട്ടുണ്ടെങ്കിൽ തന്റെ അഭി ഒന്നും അല്ലാതായി തിരികെ വീട്ടില് അവന് മാത്രം ഒന്നും കിട്ടാത്തുള്ളേ. അതുകൊണ്ട് അത് പാടില്ല. അതിനുവേണ്ടി എന്തും ചെയ്യാനായിട്ട് ജലജ തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നന്ദുവാണ് വല്ലാത്ത സങ്കടത്തിലായിരുന്നു. നന്ദുവിനാണ് തന്റെ വിഷമങ്ങളൊന്നും ആരോടും പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നന്ദു. അതുപോലെ തന്നെയാണ് അനിയും. അനിക്ക് ആരോടും തുറന്നു പറയാൻ പറ്റില്ല. നന്ദുവാണ് തന്റെ മനസ്സിലുള്ളതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി തീർന്നു. ഈ കുടുംബം തീർന്നെന്ന് എനിക്കറിയാവുന്ന കാര്യമാണ്. നയനേച്ചിയോട് പോലും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അനിയും നടക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോട് നിർത്തുന്നു. നന്ദി.